ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ ഉന്നക്കായയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു 2 വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് പച്ചപ്പഴവും അതുപോലെ ഒരുപാട് പഴുത്ത പഴവും പാടില്ല. ഈ പരുവത്തിലുള്ള ഒരു 2 ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതൊന്ന് 2ആക്കി മുറിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായി ഇവിടെ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഈ പാത്രം ഇറക്കി വെക്കാം. ഇനി നമ്മുടെ ഈ ഏത്തപ്പഴങ്ങൾ ഓരോന്ന് ഇതിലേക്ക് വച്ചു കൊടുക്കാം. ചൂടായി വന്നേ. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഒരു ഏകദേശം 10 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ഇഡ്ഡലി ചെമ്പ് തുറന്നു നോക്കിയപ്പോൾ പഴങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ചൂടൊന്ന് നന്നായി ആറണം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നെറ്റ്സ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഇതൊക്കെ ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ മുന്തിരിയും കൂടി ആഡ് ചെയ്യാം. ഇത് നെയ്യ് കിടന്ന് മൂക്കണേൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ബബിള് പോലെ വീർത്ത് വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തീയിലിട്ടൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. ഒരു മിനിറ്റോളം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ തേങ്ങ മിക്സ് ഒക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി കുരു കളഞ്ഞ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇതും ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കാപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ഏലക്കാപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി അവസാനമായി ഒന്നുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൂട്ട് തയ്യാറായി കഴിയും. അത് മറ്റൊന്നുമല്ല, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഒരുപാട് മധുരം ചേർക്കുന്നില്ല, കാരണം പഴത്തിലും അതുപോലെ ഇതിലൊക്കെ മധുരമുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരിച്ചിരി മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. ഇത് കൂടി ഇട്ടൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ പഞ്ചസാര അലിയണ വരെയും വഴറ്റണ്ട. അത് തരുതരൂന്ന് അങ്ങനെ കിടക്കണം. കടിക്കുമ്പോൾ അത് നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പഴത്തിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒന്ന് തൊണ്ടൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. ഇനി ഇതൊന്ന് നേരെ പൊളിച്ചിട്ട് അതിൻ്റെ അകത്തെ ആ കറുത്ത സീഡ്സൊക്കെ ഒന്ന് എടുത്തു കളയാം നമുക്ക്. കണ്ടില്ലേ, ഇതിൻ്റെ ഈ കറുത്ത ഇതൊക്കെ ഒന്ന് മാറ്റിക്കളയാം നമുക്ക്. അപ്പോൾ എല്ലാത്തിൻ്റെയും അകത്തെ ആ കറുത്ത സീഡ്സൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈ വെച്ചൊന്ന് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ഒരുപാട് പഴുത്ത പഴം എടുക്കരുതെന്ന് പറയുന്നത്, കാരണം ഇത് വേവിക്കുമ്പോൾ പിന്നെ നമുക്ക് മാവ് കൈ കിട്ടില്ല ഉരുട്ടാൻ. അതുകൊണ്ടാണ് ഒരുപാട് പഴുത്ത പഴം എടുക്കരുതെന്ന് പറയണത്. ഒരു മീഡിയം പഴുത്ത പഴം വേണം എടുക്കാൻ. അങ്ങനെ ഈ മാവ് ഓരോ ഉരുളകളാക്കി നമ്മുടെ കൈയുടെ ഉള്ളം കൈയിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ട് ഈ കൂട്ട് ഇതിൻ്റെ അകത്ത് വച്ച് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം.
നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എല്ലാ മാവും ഇതുപോലെ ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേറെ ഒന്നും വേണ്ട. ഇനി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സ്ഥലവും ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. അങ്ങനെ ഇതാ ഒരു സെറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ ഇതാ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈവനിങ് സ്നാക്സ് ആയിട്ട് അതല്ലെങ്കിൽ ഇഫ്താറിനായിട്ടാ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. കണ്ടില്ലേ, കൊച്ചു കുട്ടികൾക്ക് മുതൽ വലിയ പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ബൈ പറയാ. ഓക്കെ, ബൈ.